മലയാളിയും അബുദാബിയിൽ താമസക്കാരനുമായ സുധീർ ഘോഷും തിരുവനന്തപുരം സ്വദേശി ജോണിയുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടിയത്. കടുത്ത പോരാട്ടത്തിനൊടുവിൽ സുധീർ ഘോഷിനെ ജോണി ഇടിച്ചിട്ടു. 10,000 രൂപയുടെ ഒന്നാം സമ്മാനവും ജോണി നേടി. രണ്ടാം സ്ഥാനക്കാരന് 7,000 രൂപയാണ് സമ്മാനം ലഭിച്ചത്. വനിതാ വിഭാഗത്തിൽ ബംഗാളിന്റെ അഭിലാഷ കുമാരി ചാമ്പ്യനായി. 5,000 രൂപയാണ് സമ്മാനത്തുക. ബംഗാളിന്റെ തന്നെ മധുമിത ദാസ് രണ്ടാം സ്ഥാനവും 4,000 രൂപയും നേടി. പുരുഷ വിഭാഗം ലൈറ്റ് വെയ്റ്റിൽ കർണാടകയുടെ ജേക്കബ് ഒന്നാമതെത്തിയപ്പോൾ പശ്ചിമ ബംഗാളിന്റെ സന്തോഷ് കുമാർ തൊട്ടു പിന്നിൽ നിന്നു. തിരുവനന്തപുരം ക്യോക്യുഷൻ ക്ലബ്ബാണ് 2 ദിവസം നീണ്ടുനിന്ന ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഇത് 8ാം തവണയാണ് ഫുൾ കോണ്ടാക്ട് കരാട്ടെ മത്സരങ്ങൾ ക്ലബ്ബ് സംഘടിപ്പിക്കുന്നത്. ഉപയോഗിക്കത്തില്ല. പിന്നെ ഒരാൾ നോക്ക് ഡൗൺ ആയാൽ മാത്രമേ മറ്റേ ആൾ ജയിക്കൂ. അല്ലാതെ ഇതിൻ്റെക്ക് പോയിന്റ് സിസ്റ്റം ഇല്ല. ഫുൾ കോണ്ടാക്ട്. പിന്നെ ഫസ്റ്റ് റൗണ്ടിലോ ഒരു തേർഡ് റൗണ്ട് വരെ പേടോ ഒന്നും ഒരു ചെറിയ ബാൻഡേജ് പോലും കെട്ടാൻ പാടില്ല. കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നും 100ഓളം പേരാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. നോക്കൌട്ട് അടിസ്ഥാനത്തിലായിരുന്നു ടൂർണമെന്റ്. ആകെ 1 ലക്ഷം രൂപയാണ് പ്രൈസ് മണിയായി ക്ലബ്ബ് നൽകിയത്. ജയ്ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം. ഒളിമ്പിക്സിന് ഇനി 24 നാൾ കൂടി.